ഹലോ, നമുക്ക് സോസുകളൊന്നും ചേർക്കാതെ എളുപ്പത്തിലൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പാനിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു അല്പം വെളുത്തുള്ളി, ഒരു 2 ചെറിയ സവാള, ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ശരിക്കും നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ആ ടേസ്റ്റ് റോ ടേസ്റ്റ് ഒന്ന് മാറിയെടുത്താൽ മതി. അതിലേക്ക് ഞാനിവിടെ ഒരല്പം കാശ്മീർ ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസിന് ഒരല്പം കളർ കിട്ടിക്കോട്ടെ. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ കാശ്മീർ ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരല്പം ചിക്കൻ 65 മസാലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഫ്രൈഡ് റൈസിൻ്റെ ഒരു മസാല കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു പൊടി. നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന്. അതിന് ശേഷം ഞാനിവിടെ ഒരു 3 മുട്ട ഉപ്പും കുരുമുളകും ഇട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഈ ഫ്രൈഡ് റൈസിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനൊരല്പം കുരുമുളക് പൊടി കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാ സൂപ്പർ ടേസ്റ്റി എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.